ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഹിജാബ് റോളിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ബ്രൈഡ് നെജ്മിയാണ്. നെജ്മിക്ക് വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഹിജാബായിരുന്നു. സോ നമ്മൾ ആളുടെ വീട്ടിൽ ചെന്നു. ഏർലി മോർണിംഗ് ആയിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴാണ്ട് ആദ്യം ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ടർബൻ കെട്ടിയിട്ടാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതുപോലെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇതിപ്പം ഓൾറെഡി ഹെയറിൽ ഓയിലുള്ളത് കൊണ്ട് സെറ്റിംഗ് സ്പ്രേ കാര്യങ്ങളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഹെയറിൽ ഫുള്ള് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ഹോൾഡിംഗ് സ്പ്രേ ഉണ്ടല്ലോ, അത് അടിച്ചിട്ട് ആണ് റോൾ ചെയ്ത് വെക്കാറ് കേട്ടോ ഹെയർ വന്നിട്ട്. അപ്പം ഇതാളുടെ ഹെയറിൽ ഓയിലുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ സ്പ്രേയുടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഹെയർ ഫുള്ള് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യൂപ്പിൻ വെച്ചിട്ടാണ് കേട്ടോ അത് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ടൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ടർബൻ കെട്ടുകയാണ്. ആക്ച്വലി ഞാൻ ബ്രൈഡ്സിനോട് പറയാറ് വന്നിട്ട് ക്രിങ്കിൾഡ് കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഓയിൽ ടൈപ്പ് അങ്ങനെ കുറച്ച് കോട്ടൻ്റെ കുറച്ച് എന്താ പറയുക, കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് എടുക്കാനാണ് പറയുക. അപ്പം ആൾക്ക് ക്രിങ്കിൾഡ് കോട്ടനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ആൾ വന്നിട്ട് മെറ്റീരിയൽ മുറിച്ചെടുക്കുമായിരുന്നു. കോട്ടൺ മെറ്റീരിയൽ സെയിം കളർ മുറിച്ചെടുത്തു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളിത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, മുടിയിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ടർബൻ കിട്ടുന്നത്. ഈ ഹിജാബ് വന്നിട്ട് ഊരിപ്പോകാതെ കുറച്ച് കഴിയുമ്പോൾ ലൂസായി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നമ്മുടെ ഹെയറിലേക്ക് എന്താ പറയുക, കുറച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറയാറ്. അതായത് ക്രിങ്കിൾഡ് കോട്ടനൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മുറുകി നിൽക്കും. ഈ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന കോട്ടൺ തുണി വന്നിട്ട് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലായിരിക്കും. അതുപോലെ അത് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് ലൂസ് ആവാൻ തുടങ്ങും. സോ ഏറ്റവും നല്ലത് ക്രിങ്കിൾഡ് കോട്ടൺ അല്ലെങ്കിൽ ഓയിൽ ഷോൾ പോലത്തെ ടൈപ്പോ, അല്ലെങ്കിൽ കുറച്ച് യൂസ് ചെയ്തതാണെങ്കിലും കോട്ടൺ ഷോൾസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അങ്ങനത്തേത് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെ റോൾ ചെയ്ത് കൊടുത്തു. പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആൾ വന്നിട്ട് ഒരു 1 മീറ്റർ 1.5 മീറ്റർ സംതിങ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മൾ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹിജാബ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ സെയിം കളറിൽ തന്നെ ടർബൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ നെറ്റിച്ചുട്ടി വെക്കുന്ന ഒരു ഏരിയയിൽ, നമ്മൾ കോൺ കൊടുക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ ഇതൊന്ന് വിസിബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സെയിം കളർ തന്നെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, നമ്മളോട് ചിലർ ടർബൻ കെട്ടാണ്ട് ക്യാപ്പ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ടർബൻ കെട്ടുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് നമ്മൾ ക്യാപ്പ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ക്യാപ്പ് വെച്ചിട്ട് റോൾ ചെയ്യുന്നതിലും കുറച്ചും കൂടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ടർബൻ കെട്ടിയിട്ട് ചെയ്യാനാണ്. കുറച്ചൊന്ന് നമ്മൾ ഷോളും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും ടർബനിലാകുമ്പോഴത്തേക്കും ഇത് സ്ട്രോങ് ആയിട്ട് നിന്നോളും. അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഹെയറിൽ ഇപ്പം നമ്മൾ ക്യാപ്പ് ഇടുവാണെങ്കിൽ ക്യാപ്പിന് എന്താണെങ്കിലും കുറച്ച് കട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ഇടുന്ന നമ്മുടെ ലെഹങ്കയുടെ ഒക്കെ ഷോൾ വന്നിട്ട് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പം അതൊന്ന് വലിയാൻ തുടങ്ങും, ബാക്കിലേക്ക് വലിയും. കാരണം ബനിയൻ മെറ്റീരിയലാണല്ലോ ക്യാപ്പ് വരിക. അപ്പോൾ അതൊന്ന് ബാക്കിലേക്ക് വലിയും. അതുകൊണ്ടാണ് നമ്മൾ ടർബൻ കെട്ടിയിട്ട് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ചുട്ടി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ടർബനിലേക്കാണ് ചുട്ടി വെച്ച് കൊടുക്കുന്നത്. ചിലർ ഹെയറിൽ ചുട്ടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ടർബൻ കെട്ടുന്നവരുണ്ട്. നമ്മൾ ടർബനിലേക്കാണ് ചുട്ടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഈ ടർബൻ്റെ താഴെ ചുട്ടി വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ലൈഡൊക്കെ കുത്തിയിട്ട് ബ്രൈഡിന് പെയിൻ വരും. കാരണം ഇതിൻ്റെ മേളിൽ ഇത്രയും നമ്മൾ വലിച്ച് മുറുക്കി ടർബൻ കെട്ടുമ്പോഴത്തേക്കും അവർക്ക് പെയിൻ വരും. അപ്പം അതുകൊണ്ടാണ് ടർബൻ്റെ മേളിൽ ചുട്ടി വയ്ക്കാമെന്ന് നമ്മൾ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഷോള് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. ഇത് ആക്ച്വലി ആൾ വന്നിട്ട് മെറ്റീരിയൽ മുറിച്ചെടുത്താണ്, അതായത് ജോർജറ്റ് മെറ്റീരിയൽ മുറിച്ചെടുത്ത്. അതുകൊണ്ട് തന്നെ അതിന് കോൺ കിട്ടാനും പാടായിരുന്നു. ഈ മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് ഭയങ്കര ഒരു ഫ്ലോയി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ താന്ന് വരികയാണ്. അതായത് നമ്മുടെ ആ ഒരു ചീക്കിൻ്റെ ഏരിയയിൽ നിന്ന് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെളിയിലേക്ക് ഇങ്ങനെ തള്ളി വരും. അപ്പം അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര വലിച്ച് ബാക്കിലേക്ക് കെട്ടിയെന്ന് പറഞ്ഞാലും കുറച്ച് നേരം കഴിയുമ്പോൾ തള്ളി വരും. ഫുൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സ് വരാനൊരു 1 അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ആൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് താഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് വലിച്ച് ബാക്കിലേക്ക് കൊടുക്കുമായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ ഷോളിന് മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. നമ്മൾ ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോൺ കിട്ടാനും പാടാണ്.
അതുപോലെ ഇതുപോലെ ലൂസായി വരും. ഇപ്പം ഒരു റെഡ് കളർ ഈ ഒരു കളറൊക്കെ വരുന്നത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് വന്നിട്ട് എന്താ നമുക്ക് മെറ്റീരിയൽ ഈ ഹെവി ജോർജറ്റിലൊക്കെ കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പം അങ്ങനെ അല്ലാത്തത് ഡൈ ചെയ്തെടുക്കാറുണ്ട് ചിലർ. പക്ഷേ ഡൈ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഡൈ ചെയ്ത് കൊടുത്തു വിടുന്നത്. അപ്പം അത് നല്ല പാടാണ് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കോൺ കിട്ടത്തില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ വന്നിട്ട് ഒരുമാതിരി ഇങ്ങനെ പതിഞ്ഞിരിക്കും. അതായത് കോൺ കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമ്മൾ ഹിജാബ് ചുറ്റി കഴിയുമ്പം ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ അവർക്ക് ഭയങ്കരമായിട്ട് വണ്ണവും ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ എങ്ങോട്ടാണോ വലിച്ച് കെട്ടുന്ന ആ വലിക്കുന്നിടത്തേക്ക് ഈ മെറ്റീരിയൽ മൊത്തം ഇങ്ങ് വലിഞ്ഞു വരും. അപ്പം ഈ ഡൈ ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഡൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു തിക്കായിട്ടുള്ള മെറ്റീരിയൽ എടുത്ത് ഡൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഡൈ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്കും കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോവും. പിന്നെ കുറച്ച് നേരം നിങ്ങൾക്കത് റെഡിയാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉള്ളത്രയും ടൈമിൽ നമുക്കത് റെഡിയാക്കി വിടാൻ പറ്റും. പക്ഷെ നമ്മൾ പോയി കഴിയുമ്പോൾ പിന്നെ അത് റെഡിയാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് റോൾ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോണും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹിജാബ് എടുക്കുന്ന ബ്രൈഡിനോട് നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് ഒരു സൈഡിലേക്ക് റോൾ ചെയ്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുടെ എന്താ പറയുക നമ്മുടെ മാല ഫസ്റ്റ് നെക്ക് പീസ് ഉണ്ടല്ലോ, നെക്ക് പീസ് വന്നിട്ട് ഭയങ്കര ടൈറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഈ ഹിജാബ് കെട്ടുന്നത്. കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് ആ നെക്ക് പീസിൻ്റെ കുറച്ച് ഏരിയ ഒന്ന് കവർ ചെയ്ത് ബാക്കി ഒരു ഹാഫ് ഏരിയ കാണുന്ന പോലെ അങ്ങനെയാണ് നമ്മൾ ഹിജാബ് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പം ഹിജാബ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മഫ്താപ്പിനല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാ മുട്ടുസൂചി ഉണ്ടല്ലോ, ആ മുട്ടുസൂചി വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത്. കാരണം നമുക്ക് കറക്റ്റ് കളർ മഫ്താപ്പിന് കിട്ടാൻ ഭയങ്കര പാടാണ്. ഓരോരുത്തരുടെ ഹിജാബിൻ്റെ കളർ പല കളേഴ്സായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാത്തിലും വൈറ്റ് സ്യൂട്ട് ആവണമെന്നില്ല, എല്ലാത്തിലും ബ്ലാക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറേ പിൻസ് കുത്തുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ഒന്നാമത്തെ കാര്യം അത് കുറച്ചൊന്ന് ബൾജ് ചെയ്ത് നിൽക്കുമല്ലോ. നമ്മുടെ അതിൻ്റെ ആ ഒരു പോയിൻ്റ് വന്നിട്ട് കുറച്ചൊന്ന് ബൾജ് ചെയ്ത് നിൽക്കും. ആ കളർ വന്നിട്ട് കുറച്ചൊന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പിൻസ് കുത്തേണ്ട ഇത് വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി പിന്നിങ്ങനെ വിസിബിളായിട്ട് നിൽക്കും. എല്ലാം നമുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ സൈഡിലെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും എല്ലാം നമുക്ക് ഈ മുട്ടുസൂചി ഉപയോഗിക്കാം. അതായത് നമ്മുടെ സാധാരണ മുട്ടുസൂചി ഉണ്ടല്ലോ, ആ മുട്ടുസൂചി അതാകുമ്പോൾ വലിയ വിസിബിലിറ്റി വരത്തില്ല. അതിൻ്റെ ഒരു ചെറിയ പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പം കുറച്ചും കൂടെ നീറ്റ് ലുക്കായിരിക്കും കേട്ടോ നമ്മൾ റോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് സൈഡും റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ നെക്ക് പീസ് വന്നിട്ട് നമ്മൾ കറക്റ്റ് പ്ലേസിൽ നിൽക്കാം. ഹിജാബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ടിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറും കൂടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ത്രെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഹിജാബ് ചുറ്റി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഷോൾ ഇട്ട് കൊടുക്കുകയാണ്. സൈഡ് ഷോൾ ഇട്ട് കൊടുത്തു. സൈഡ് ഷോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഹിജാബിൻ്റെ അല്ല ലെഹങ്കയുടെ മറ്റു ഷോളും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഡബിൾ ഷോളായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഷോളിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു വെയിറ്റ് നമ്മൾ ഈ ക്യാപ്പ് വെച്ചിട്ട് റോൾ ചെയ്താൽ ആ ക്യാപ്പിൽ നിൽക്കത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് പുറകോട്ട് വലയാൻ തുടങ്ങും. അപ്പോൾ ടർബൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ആ ഒരു ഏരിയയിൽ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ഭംഗി ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. കുറച്ചും കൂടെ ഒരു ഭംഗി എനിക്കതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര പതുങ്ങിയിരിക്കുന്നതിലും കുറച്ചൊന്ന് ടർബൻ കിട്ടുമ്പോൾ കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നതാണ് കുറച്ചുകൂടെ ഒരു ഭംഗി ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ ഗ്ലൂ ചെയ്തല്ല കൊടുക്കുക, എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ സൈഡ് ചുട്ടി വെച്ച് നോക്കുകയാണ് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളത്. എപ്പോഴും ഹിജാബിന് നമ്മൾ സൈഡ് ചുട്ടി വെക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ഒരു ഭംഗി വരിക, കുറച്ചും കൂടെ ആ ഒരു റോയൽ ലുക്ക് ഫീൽ ചെയ്യുക നമ്മൾ സൈഡ് ചുട്ടിയും കൂടെ വെക്കുമ്പോഴാണ് കേട്ടോ. അതുപോലെ നമ്മൾ സൈഡ് ചുട്ടി വന്നിട്ട് പിൻ ചെയ്ത് വെക്കാറില്ല. പിൻ ചെയ്ത് വെച്ചാൽ അത് സ്റ്റേ ചെയ്യത്തില്ല. കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും സൈഡ് ചുട്ടിക്ക്. സൈഡിൽ വേറെ പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ലൂസായി താഴേക്ക് വീഴും. സോ നമ്മളെപ്പോഴും സൈഡ് ചുട്ടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 5-6 സ്റ്റിച്ച് ഇടുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് സൈഡ് ചുട്ടീസ് എല്ലാം വരിക. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതവിടെ പ്ലേസായി നിൽക്കുകയും ചെയ്യും. പിന്നെ അത് ബ്രൈഡ് കറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇത് അവിടുന്ന് മൂവ് ആവത്തില്ല, കറക്റ്റ് പ്ലേസിൽ തന്നെ ഉണ്ടാവും. സോ അപ്പം നമ്മൾ എല്ലാം പറ്റുന്ന സംഭവങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ.
അതുപോലെ തന്നെ ഹിജാബി ബ്രൈഡ്സ് ഓർണമെൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഫസ്റ്റ് ഇടുന്ന ആ ഒരു നെക്ക് പീസ് ഉണ്ടല്ലോ, ആ നെക്ക് പീസ് നിങ്ങൾ എങ്ങനെയാണോ ഹിജാബ് റോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രീതിയിൽ വേണം ആ നെക്ക് പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. ചിലർ നമ്മൾ നെക്കിൽ വന്നിട്ട് ടൈറ്റായിട്ടുള്ള ഹിജാബായിരിക്കും റോൾ ചെയ്യാൻ പറയാം. ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുൾ കവറിങ് ആയിട്ടുള്ള നെക്ക് പീസ് വേണം ഇടാൻ വേണ്ടിയിട്ട്. ലൂസായിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു നെക്ക് പീസ് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നെക്ക് പീസ് ഒരു മാറ്ററാണ്. അതുകൊണ്ട് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നെക്ക് പീസ് നമ്മൾ ഹിജാബ് എങ്ങനെ റോൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്, ഹിജാബ് റോളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ആൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹിജാബ് റോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ബൈ.